ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ്. തനി നാടൻ രീതിക്ക് തന്നെ എങ്ങനെയാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ കപ്പിന് 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വെള്ളമൊഴിച്ചൊന്ന് അരി കുതിരാൻ വയ്ക്കാം. ഒരു 5-6 മണിക്കൂറോളം കുതിരാൻ വയ്ക്കാം. ഇതപ്പോൾ നമ്മൾ അരി കുതിർക്കാനിട്ടിട്ട് 5 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് അരയ്ക്കുന്ന ടൈമിൽ ഞാനിതിലേക്ക് വെള്ളമല്ല ചേർക്കുന്നത്, ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയെന്ന്. ഇതാ നമുക്ക് ഈ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ചെറിയ തരിയോടുകൂടി വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അടിച്ചിട്ട് വരാം. ഇതൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ തരി വരാൻ പാകത്തിന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിച്ചു വെച്ചത്. ഇനി അടുത്ത സെറ്റ് നമുക്ക് അതുപോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിലേക്ക് 2 പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്, പാളയംതോടൻ പഴം. അപ്പോൾ 2 പഴം തന്നെ മതിയാവും നമുക്ക് ഇത്രയും അളവിലുള്ള അരിയിലേക്ക്. നമ്മൾ അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള അരിയും കൂടി ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ 2 പഴവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കപ്പിന് ഒരു 3/4 കപ്പ് ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അടിച്ച പോലെ തന്നെ ചെറിയ തരിയുള്ള രീതിക്ക് തന്നെ അടിച്ചെടുക്കാം. അടുത്ത സെറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്, നമ്മൾ പഴം ചേർത്ത് കൊടുത്തുകൊണ്ട്. പിന്നെ ആദ്യം അടിച്ചെടുത്തത് കുറച്ച് ലൂസായതുകൊണ്ട് നമ്മളിപ്പോൾ ചേർക്കുന്നത് കറക്റ്റായിരിക്കും. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ കണ്ടില്ലേ, കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഈ ടൈമിൽ നമ്മൾ ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഇത് പൊളിക്കാനെടുക്കുന്ന ആ ടൈം കൊണ്ട് തന്നെ ഫ്ലേവർ എല്ലാം നല്ലപോലെ ആ മാവിൽ പിടിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പം ചുട്ട് കഴിയുമ്പോൾ. ഇതായിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 6 to 7 മണിക്കൂർ വരെ നമുക്ക് പൊങ്ങാനായിട്ട് വയ്ക്കാം. നല്ലതുപോലെ പൊങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ വയ്ക്കണം. അപ്പോൾ ചുട്ടെടുക്കുന്നതിന് മുന്നേ ആയിട്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാക്കൊത്ത് വറുത്തതാണ്. അത് ലാസ്റ്റ് ആ ടൈമിൽ ചേർത്താൽ മതി. നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ചുടാം. അപ്പോൾ അത് ലാസ്റ്റ് ആ ടൈം ആകുമ്പോഴത്തേക്കും ചേർത്താൽ മതി. ഇതാ ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. അതായത് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്.
ഈ നെയ്യോടുകൂടി തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളേ ചേർക്കുന്നുള്ളൂ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയിലേക്ക് കോരി ഒഴിക്കുന്ന ടൈമിൽ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കോരി ഒഴിക്കാം. ഇതപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ മിക്സ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി വരെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയത്തിലിട്ട് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഉൾവശം വേവില്ല. അപ്പോൾ റെഡി ആവട്ടെ. എന്നാൽ നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിടാം. ഒരു വശം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി മറിച്ചിട്ട വശം കൂടി ഒന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഉണ്ണിയപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അടുത്ത സെറ്റ് നമുക്ക് ഇതുപോലെ തന്നെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കോരി ഒഴിക്കാം. ഇതപ്പോൾ നമ്മളെല്ലാം ഉണ്ണിയപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.